നമസ്കാരം. ഗൾഫ് വാർത്തകൾ. കുവൈറ്റിന്റെ റെയിൽവേ പദ്ധതിയുടെ പ്രധാന പാസഞ്ചർ സ്റ്റേഷന്റെ രൂപകൽപ്പനയുടെ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയാക്കി. വ്യക്തികളുടെയും തൊഴിൽദാതാക്കളുടെയും പിഴകളും ബാധ്യതകളും പരിഹരിക്കുന്നതിനായി അനുവദിച്ചിരുന്ന കാലാവധി ഒമാൻ തൊഴിൽ മന്ത്രാലയം 2025 ഡിസംബർ 31 വരെ നീട്ടിയിരിക്കുന്നു. ഇന്ത്യക്കാർക്ക് സുവർണ അവസരമാണ്. റിയാദിലെ ഇന്ത്യൻ എംബസി ക്ലാർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വീടിന് സമീപത്തെ വാട്ടർ ടാങ്കിൽ വീണ് UAE-യിൽ 6 വയസ്സുകാരൻ മരിച്ചു. അല്ലൈനിലാണ് സംഭവം. 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈസയാണ് മരിച്ചത്. കുവൈറ്റിലെ ജലീബ് അൽ ഷുയൂബിൽ പരിശോധന നടത്തി അധികൃതർ. പരിശോധനയിൽ നിയമങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാത്തതിനെ തുടർന്ന് 146 വാണിജ്യ സ്ഥാപനങ്ങൾക്ക് അടച്ചുപൂട്ടൽ നോട്ടീസുകളും മുന്നറിയിപ്പുകളും നൽകി. ഖത്തറിനും ബഹ്റൈനും ഇടയിൽ യാത്രക്കാർക്കായി പുതിയ ഫെറി സർവീസ് പ്രവർത്തനം തുടങ്ങി. സൗദിയിൽ പെട്രോൾ പമ്പുകളിൽ വണ്ടിയുടെ എൻജിൻ ഓഫാക്കാത്തവർക്കും ക്യൂ പാലിക്കാത്തവർക്കും ഇന്ധനം നൽകുന്നത് വിലക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ സൗദിയിലെ 50 പ്രവാസി തൊഴിലാളികൾക്ക് 1.5 കോടി റിയാൽ വിതരണം ചെയ്തതായി മാനവശേഷി മന്ത്രാലയം അറിയിച്ചു. കുടിശ്ശികയായ അംശാദായം അടയ്ക്കാനുള്ള അവസരം ഇല്ലാതായതോടെ ആയിരക്കണക്കിന് പ്രവാസികൾ ക്ഷേമനിധി പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താകുമെന്ന് ആശങ്ക.